ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയുടെ കാര്യം പറഞ്ഞ ആങ്ങളമാർ മൂന്നും കൂടെ ചർച്ചയിലാണ്. അപ്പോൾ അവൾ ചിലപ്പോൾ ഡിവോഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് തയ്യാറായെന്ന് വരും. എന്ന് രാജീവൻ ഇങ്ങനെ ഗംഗേട്ടനോട് പറയുമ്പോൾ ആദ്യം ബെഡിൽ നിന്ന് എഴുന്നേക്കട്ടെ, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഗംഗേട്ടൻ. അപ്പോൾ അലീനയെ കടപ്പാട്ടൂരിൽ നിന്ന് മാറ്റാൻ ബാലചന്ദ്രൻ സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സമയം എടുക്കും രാജീവേ, പെട്ടെന്നൊന്നും നടക്കില്ല. പിള്ളേരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, അവരുടെ പോക്കും വരവും ഫ്രണ്ട്ഷിപ്പുകളും എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഗംഗേട്ടൻ പറഞ്ഞു കൊടുക്കുക. പിന്നെ മാതാപിതാക്കൾ പരസ്പരം വഴക്കടിക്കുമ്പോൾ മക്കൾ ഏതെങ്കിലും ഒരു കക്ഷി ചേർന്ന് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുമെന്നും മദ്യം, മയക്കുമരുന്ന്, പ്രേമം, കാമം അങ്ങനെയൊക്കെ. അപ്പോൾ വൈൻ കുഴിച്ചിട്ടിരിക്കുന്നത് പോലെ കുഴിച്ചിട്ടിരിക്കുക. ഇവർ പോകുന്ന വഴിക്ക് എല്ലാം സൂക്ഷിച്ചില്ലെങ്കിലേ ഗംഗേട്ടൻ പോയാലും ഇടയ്ക്കൊക്കെ വരണം കേട്ടോ എന്ന് ശിവൻ അന്നേരം പറഞ്ഞു. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, അമ്മയുടെ കാര്യം. അമ്മയ്ക്കൊരു കൈത്താങ്ങ് കിട്ടിയാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റും. പിന്നെ ആ പിള്ളേരെ കൊണ്ടുവിടുമ്പോഴേ ശിവൻ അമ്മയെ കൂടി കൊണ്ടുവിട്ടേക്കാൻ പറഞ്ഞു. പിന്നെ അവൾക്കറിയാമല്ലോ ആരാണ് എന്താണ് എന്നൊക്കെ, അമ്മയ്ക്കല്ലേ അത് അറിയാത്തതെന്ന് പറയുമ്പോൾ അല്ലെങ്കിലും അമ്മയെ അവൾ നന്നായി നോക്കിക്കോളൂ എന്ന് ശിവൻ പറയുക. സത്യം പറഞ്ഞാലേ ആ കുടുംബം നേരെ ചുവയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് അലീന മാത്രമാണെന്ന കാര്യം ഗംഗേട്ടൻ പറയുക. അവളെ അതിൽ നിന്ന് ഒഴിവാക്കി വിടേണ്ട ഗതികേടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നും പറഞ്ഞു. എന്തൊരു അസംബന്ധമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ ശിവനോടും രാജീവനോടും ഗംഗേട്ടൻ പറയുമ്പോൾ ഇതിപ്പോൾ ആർക്കാ തെറ്റുപറ്റിയത്, നമുക്കാണോ അതോ വൈജയ്ക്കാണോ എന്ന് രാജീവൻ ചോദിക്കുക. അച്ഛനും രാമുണ്ണിയമ്മാവനുമാണ് കുറ്റക്കാരെന്നും അലീനയാണോ കുറ്റക്കാരെന്നും അറിയില്ല എന്നും പറയുവാണ്. ആലോചിച്ചവരെത്തും പിടിയും കിട്ടുന്നുമില്ല എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗേട്ടൻ രാജുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം ഓർത്ത ബാലചന്ദ്രനും അലീനയുമാണ് ഇതിലേറ്റവും കൂടുതൽ നീതി കിട്ടേണ്ടവരെന്നും പറഞ്ഞ് ഗംഗേട്ടൻ ഇവരോട് പറയാം. നീതി കിട്ടാതെ പോയവരും അവർ തന്നെയാണെന്നും പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ ഇതൊക്കെ സംസാരിച്ചിട്ട് എന്നാൽ പിന്നെ ഞാനേ അമ്മയൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് നേരെ മുറിയിലേക്ക് പോകും. അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗംഗേട്ടൻ അവിടെ വന്ന് നിൽക്കുന്നു. നീയോ കയറുവാടാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു കേട്ടോ. അപ്പം നീ പോകാൻ ഒരുങ്ങിയോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ദിവസം എത്ര ആയമ്മേ പോവണ്ടേ എന്ന് ചോദിച്ചു. ശരിയാ, എന്നാലും ഇന്നലെ വന്നതുപോലെ തോന്നണേ, ഇനിയും വരാലോ അമ്മേ, വരണം. നീ വന്ന് ഇടപെട്ടില്ലെങ്കിൽ ഇവിടുത്തെ പല കാര്യങ്ങളും കുഴപ്പത്തിലാകുമെന്ന് അമ്മ പറയണു. നീ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്നതെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു മോനെ എന്ന് അമ്മ ചോദിച്ചു. അതെല്ലാം സോൾവ് ചെയ്തല്ലോ അമ്മേ, പിന്നെ ഇനിയിപ്പോൾ എന്നാ കുഴപ്പം. ഇനി അമ്മ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈജയെ വേണ്ടുന്നതുപോലെ ഉപദേശിച്ച് നിലയ്ക്ക് നിർത്താൻ നോക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അവൾ ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തെന്ന് വരും, നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യരുത്. അവൾക്ക് ഡിവോഴ്സ് വേണമെന്നും മാറി താമസിക്കണമെന്നൊക്കെ അവൾ പറയും, അവൾക്കത് തോന്നുകയും ചെയ്യും. എല്ലാവരും കൂടി പറഞ്ഞ് അവളെ തിരുത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറ്റുന്നത് പോലെയൊക്കെ പറയാടാ, അതല്ലേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് ചോദിക്കുമ്പം അവൾക്ക് ഈഗോ കൂടുതലാണ്. ബാലചന്ദ്രനോട് മല്ലടിക്കാൻ നിൽക്കരുതെന്ന് അവളോട് പറയണം. അതിനുള്ള യോഗ്യത അവൾക്കില്ല എന്ന് അമ്മ തന്നെ പറഞ്ഞു കൊടുക്കണം. അലീന ബാലചന്ദ്രൻ്റെ മകളാണെങ്കിൽ പോലും അവൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ആദ്യം സ്വയം അറിയണം അവനവൻ ആരാണെന്ന്, എന്നിട്ട് വേണം മറ്റുള്ളവരെ വിധിക്കാനെന്നൊക്കെ ഗംഗേട്ടൻ പറഞ്ഞു കൊടുത്തു. ആ പാഠം വൈജയ്ക്ക് കൂടെ കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന കാര്യവും മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. നീ പോയിട്ട് ഇനി എന്നാ മോനെ വരുന്നേ? അപ്പോൾ വരാതെ പറ്റത്തില്ലല്ലോ അമ്മേ. വരും, ഞാൻ വരും. പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടൊന്നും ഇല്ലല്ലോ. അമ്മ കടപ്പാട്ടൂരോട്ട് മാറി താമസിക്കുന്നതാട്ടോ നല്ലതെന്ന് പറയുമ്പം എടാ വൈജയം കൂടെ അവിടെ ഇല്ലാത്തപ്പോൾ ഞാനെങ്ങനെയാടാ അങ്ങോട്ട് പോണേ? ബാലചന്ദ്രൻ അതൊന്നും വിഷയമുള്ള കാര്യമല്ല, അലീന ഉണ്ടല്ലോ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്കൊരു ഉളുപ്പ്. അവളെ കൊണ്ട് ഇനി എങ്ങനെയാടാ ഞാൻ ഓരോന്ന് ചെയ്യിക്കുന്നേ? പഴയ പോലെയൊന്നും അല്ലല്ലോ, ബാലചന്ദ്രൻ്റെ മോളല്ലേ അവള്. അപ്പം അലീനയ്ക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും ഇല്ലമ്മേ, അമ്മയ്ക്ക് അവളെ അറിഞ്ഞൂടെ എന്ന് ഗംഗേട്ടൻ അമ്മയോട് അന്നേരം ചോദിച്ചു. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞ് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് മോൻ അങ്ങ് പോയിട്ട് വരാമേ എന്നും പറഞ്ഞ് മോൻ പോകുമ്പോൾ അമ്മ സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മനു ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അനിയന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ ഗംഗേട്ടൻ പോണു. ആ പോക്ക് നേരെ പോകുന്നത് ബാലനെ കാണാൻ ബാലൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുവാന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വിളിച്ച് കയറി ചെല്ലും. അപ്പോൾ മനു കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴേക്കും നമ്മുടെ അലീന വന്ന് വാതിൽ തുറന്നു. അപ്പോൾ മനുവിനെ കണ്ടു. മനുവേട്ടാ അങ്കിളുണ്ടല്ലോ അല്ലേ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗേട്ടനും കയറി വന്നു. അലീന എന്നും പറഞ്ഞ് വിളിച്ച് ഞാനിന്ന് തിരിച്ചു പോവാ കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടെയുണ്ട് മുകളിലാന്ന് പറഞ്ഞു.
അപ്പോൾ അയാൾ ഇതുവരെ താഴോട്ട് ഇറങ്ങിയില്ലേ, വൈകിയില്ലല്ലോ, പിന്നെന്താന്ന് ചോദിക്കുമ്പം ഞാനും ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അത് ഒരാൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണെന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്ക് വേണ്ടിയാണെന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പം അത് പിന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണോ അവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഓരോ റൂം ഒഴിച്ചിട്ടാൽ മതിയോ, മനസ്സിലും വേണ്ട ഇടം എന്ന് ഗംഗേട്ടൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മുടെ കൃഷ്ണക്കൊച്ച് അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഇവർ തിരിച്ചും പറഞ്ഞു. നീ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. ഞാനേ ബാലചന്ദ്രനെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് നമ്മുടെ അലീനയും മനുവിനെയും നോക്കിക്കൊണ്ട് കൃഷ്ണ ഇങ്ങനെ നിൽക്കും കേട്ടോ. സുഖമാണോ എന്ന് മനു ചോദിക്കുമ്പം എനിക്ക് ആരോടും വഴക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ മനു നമ്മുടെ അലീനെ ഇങ്ങനെ നോക്കുന്നു. അപ്പം ചായ എടുക്കണോ എന്ന് അലീന മനുവിനോട് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അലീന അടുക്കളയിലോട്ട് കയറിപ്പോയി. അലീന അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനു ഇവിടെ എങ്ങനെ ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കൃഷ്ണയോട്. ഈസി, നോ ടെൻഷൻ. അപ്പോൾ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കൃഷ്ണ. പോയിരുന്നു പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു മനു അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ അലീനയും അകത്തേക്ക് കയറിപ്പോയി. പിന്നെ കൃഷ്ണക്കൊച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീനയ്ക്കും അതുപോലെ കൃഷ്ണയ്ക്കും വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരും അത് മുഖത്ത് കാണിക്കുന്നില്ല. കൃഷ്ണ എന്നിട്ട് തൻ്റെ ജോലി ചെയ്യാനായിട്ടൊക്കെ പോയപ്പം അലീന അടുക്കളയിൽ നിന്ന് ചായ ഇടുന്നു. മനു അപ്പോൾ അടുക്കളയിലേക്ക് കയറി ചെന്നു. അലീന ചായ ഇടുന്നത് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക. അലീനെ തന്നെ നോക്കിക്കൊണ്ട് മനു ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ചുമ്മാ അലീന തിരിഞ്ഞ് നോക്കിയപ്പോൾ മനു അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്കും അലീന ചായയുടെ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് മനുവിൻ്റെ അടുത്തേക്ക് വന്നു. മനുവേട്ടൻ എന്താ മിണ്ടാതെ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചു. കൊല്ലപ്പള്ളിയിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെയെല്ലാം ഒന്ന് അടങ്ങി വരുന്നതേ ഉള്ളന്നേ. വല്യച്ഛൻ്റെ ഇടപെടൽ കൊണ്ടാണ് തീവ്രവാദികളൊക്കെ ഒന്ന് ഒതുങ്ങിയത്. അപ്പോൾ തീവ്രവാദികളോ അതാരാണെന്ന് ചോദിച്ചു. അച്ഛനും കൊച്ചച്ഛനും തീവ്രവാദികളായിരുന്നല്ലോ, അല്ലാണ്ട് പിന്നെ എന്താ പറയുക, അവരെ ഇപ്പോൾ തീവ്രവാദികളല്ല, എന്നാൽ സമാധാനപ്രിയരുമായി. അപ്പം അതെല്ലാം ഞാൻ മേഡത്തിൻ്റെ മകളാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള മാറ്റങ്ങളല്ലേ എന്ന് അലീന ചോദിച്ചു. അല്ലായിരുന്നെങ്കിലോ എന്ന് അലീന ചോദിക്കുക ഇവരോട്. അപ്പോൾ മനു ഒക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അറിയാത്ത ചിലരുണ്ട് ഇപ്പോഴും കേട്ടോ, ടെററിസ്റ്റുകളെ. അമ്മ, ഹരി, രഞ്ജിനി, രോഹിത്, ബബിത, അങ്ങനെ കുറേ പേര് വേറെ ഉണ്ട്. അവരെല്ലാവരും ആകെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക അവിടെ. ഇതൊക്കെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ ഒരു അങ്കലാപ്പം അവർക്ക്. അല്ല മുത്തശ്ശിയോ? മുത്തശ്ശിക്ക് ചില കാര്യങ്ങൾ അറിയാം, എന്നാലും അലീന ബാലചന്ദ്രൻ്റെ മോള് തന്നെയാണ് എന്ന് മനു ഇങ്ങനെ അലീനോട് പറഞ്ഞു. കൊല്ലപ്പള്ളിക്കാർക്ക് എന്നോടുള്ള വിരോധം മാറിയല്ലോ, ആശ്വാസമായി എന്ന് അലീന അന്നേരം മനുവിനോട് പറഞ്ഞു. എന്നിട്ട് അലീന പിന്നെയും ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും മനു ഇങ്ങനെ അലീനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന ചായ ഇട്ടു, കപ്പിലേക്ക് അത് മാറ്റി. അതിനുശേഷം പിന്നെ മനുവിന് കൊടുത്തു. ഇവിടെ എന്നാ ഉണ്ട് ഗുഡ് ന്യൂസ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അച്ഛനും 2 പെൺമക്കളും അരിയൊക്കെ വെച്ച് വേവിച്ച് കഴിച്ച് കഴിഞ്ഞു കൂടുന്നു എന്ന് അലീന പറഞ്ഞു. ഓ, അരി ഉണ്ടല്ലോ അല്ലേ, ഞാൻ കരുതി പട്ടിണിയായിരിക്കും എന്ന്, തീരുമ്പോൾ പറയണേ എന്ന് മനു അലീനയോട് പറയപ്പോൾ അലീന ഒന്ന് ചിരിച്ചു. അപ്പം മനുവേട്ടനെ 3-4 ദിവസമായിട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഉയ്യോടി, ആഹാ, എന്നെ കാത്തിരിക്കുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ മാത്രം ചിരിയോടുകൂടി ഒരു വർത്തമാനം. അല്ലാതെ ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷന് ഷട്ടർ ഇടും, പിന്നെ ഒരു മിസ് കോൾ പോലും കാണാനില്ലല്ലോ. ഓർത്തിട്ട് വേണ്ടേ എന്നൊക്കെ മനു ഇങ്ങനെ പറയുമ്പം അങ്ങനെയൊന്നും പറയല്ലേ മനുവേട്ടാ, ദേ ഞാൻ ഓർക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ദിവസവും ഞാൻ ഓർക്കും, എത്രയോ പ്രാവശ്യം ഞാൻ ഓർക്കും എന്നറിയാമോ. അപ്പോൾ റിയലി സത്യമാണോ എന്ന് മനു ചോദിച്ചു. അപ്പോൾ സത്യം ഞാൻ പറഞ്ഞതെന്ന് അലീന മനുവിനോട് പറയുക. അപ്പോൾ നമ്മുടെ മനുവിന് എന്തൊക്കെയോ ഒരു കുഞ്ഞൊരു ചിരിയും ഒരു ഇതൊക്കെ. അപ്പോൾ കാണാൻ തോന്നാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ മനുവിനെ ഇങ്ങനെ നോക്കി. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു അലീന ഇങ്ങനെ അയ്യടാന്നായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ മനു ഇങ്ങനെ അലീനയെ നോക്കുന്നു. അപ്പോഴേക്കും അലീനയ്ക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ, പെട്ടെന്നൊരു ഇഷ്ടം നിറഞ്ഞൊരു നോട്ടം അലീനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മനുവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു ഇഷ്ടത്തിൻ്റെയൊക്കെ സൂചനകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നു. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് എന്നാ പറയണമെന്ന് അറിയില്ല. അലീന ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുമ്പോൾ മനു വേഗം അലീനയുടെ കയ്യിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചു. കൈ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് അലീനെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി. അപ്പോൾ എന്നോട് ഇഷ്ടമല്ലേ എന്ന് അലീനയോട് മനു ചോദിക്കാം. അപ്പോൾ അലീനയ്ക്ക് എന്നാ പറയണമെന്ന് അറിയത്തില്ല. അലീന ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ മൂളി. ഇപ്പോഴും മനു ഇങ്ങനെ അലീനെ തന്നെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കുക കേട്ടോ. പക്ഷേ എന്ന് അലീന പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ എന്താ ഒരു പക്ഷേ എന്നോർത്ത് മനു ഇങ്ങനെ അലീനയെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് ഓടിക്കയറി വന്നു. കൃഷ്ണ അങ്ങോട്ട് ഓടിക്കയറി വന്നപ്പോഴത്തേക്കും പിടിച്ചിരുന്ന കൈ അങ്ങ് വിടിയിച്ചു. അപ്പോൾ നമ്മുടെ കൃഷ്ണക്കൊച്ചിനൊരു കള്ളച്ചിരിയോടുകൂടി നമ്മുടെ കൃഷ്ണക്കൊച്ചകത്തേക്ക് കയറി വന്നു. അപ്പോഴത്തേക്ക് അലീനയുടെ മുഖത്ത് ആ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് നമ്മുടെ കൃഷ്ണക്കൊച്ച് കയറി വന്നിട്ട് മനുവിനെ ഒരു തട്ട്. ഞാൻ വന്നത് ശല്യമായോ എന്ന് ചോദിച്ചു. ആയി, ഞങ്ങളിവിടെ സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയായിരുന്നു, എല്ലാം കലക്കിയെന്ന് മനു പറയുമ്പം അങ്ങനെ ഇപ്പോൾ പറയണ്ട, എൻ്റെ അലീന ചേച്ചി കൊല്ലപ്പള്ളിക്ക് അടിച്ചു മാറ്റാമെന്നൊന്നും വിചാരിക്കേണ്ട, നടക്കുകയില്ല കേട്ടോ എന്ന് നമ്മുടെ കൃഷ്ണക്കൊച്ച് പറയുമ്പോൾ കൃഷ്ണമോളെ വേണ്ട കേട്ടോ, അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും അലീന. അച്ഛൻ എന്തിയാ മോളെ എന്ന് ചോദിക്കുമ്പം അങ്കിളിനോട് സംസാരിക്കുക, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി. അങ്ങനെ നമ്മുടെ മനുവിനെ തന്നെ കൃഷ്ണ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. മനു ആണെങ്കിൽ അലീനയെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാതെ പറയുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു ഇഷ്ടത്തിൻ്റെ ചെറിയ ചെറിയ ആ ഒരു ഇതൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കും. ഇവരെ രണ്ടുപേരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ താഴെ അവരുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ബാലേട്ടനെ ഇങ്ങനെ റൂമിലിരിക്കുന്നു. ആ സമയത്ത് ഗംഗേട്ടൻ ഇങ്ങനെ നിന്ന് ഉപദേശിക്കുക, ഇങ്ങനെ ഈ വാശിയും വൈരാഗ്യമൊക്കെ വെച്ച് നീട്ടിക്കൊണ്ടിരുന്നാൽ എന്ത് കിട്ടും എന്നും ചോദിച്ചുകൊണ്ട്. ബാലേട്ടൻ അന്നേരം ഒരു ചിരിയാ, അദ്ദേഹം ഇങ്ങനെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. ഗംഗേട്ടൻ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. വൈദ്യക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ? ഇല്ല. പിന്നെ ബാലചന്ദ്രൻ നിന്റെ മക്കൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? അതുമില്ലല്ലോ. പിന്നെ നീ വലിയ മനുഷ്യനാവുകയും നിന്റെ ബിസിനസ് തഴച്ച് വളരുകയും ചെയ്യുമോ? അത് ശേഷം ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ബാലൻ ഇതിനൊന്നും മിണ്ടിയില്ല. വൈജയും നീയും കീരിയും പാമ്പും പോലെ ആയിത്തീരും. നിന്റെ മക്കള് അവർക്ക് തോന്നിയ വഴിക്കും പോകും. നിനക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ നിന്റെ ബിസിനസ് മുരടിച്ച് നഷ്ടത്തിൽ ചെന്ന് വീഴും. ശരിയല്ലേ എന്ന് ചോദിച്ചു. മനസമാധാനം ഇല്ലാതെ നിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോവത്തില്ലേ? ആർക്ക് എന്താ കിട്ടിയത്? അന്നേരം അത് കേട്ടപ്പോൾ കേണലളിയൻ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു, എല്ലാം സാരോപദേശങ്ങൾ, മഹത് വചനങ്ങൾ. ഞാനതിനിപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു ബാലേട്ടൻ. അതും കൂടെ പറഞ്ഞു തരാം മഹാശയൻ എന്ന് പറയുമ്പോൾ, നിനക്ക് വൈജയോട് ക്ഷമിച്ചൂടെ ബാലേന്ദ്ര? അപ്പം ഞാൻ എവിടെ പോയി ക്ഷമിക്കുമെന്ന് ബാലേട്ടൻ അന്നേരം തിരിച്ചു ചോദിച്ചു. അഹങ്കാരത്തിൻ്റെ എവറസ്റ്റിൽ കയറി അവിടെ കലിയുടെ കൊടി പാർച്ച് നിൽക്കാൻ നിങ്ങളുടെ അനിയത്തി. അപ്പോൾ ക്ഷമിക്കാൻ തയ്യാറുള്ളവർ കൊടിമുടി കയറി വന്ന് എൻ്റെ കാല് പിടിച്ച് ക്ഷമിച്ചു എന്ന് പറയുന്നത് വരെ കാത്തിരിക്കണോ? ഇതല്ലേ മിസ്റ്റർ ഗംഗാധര മേനോൻ നിങ്ങളുടെ സഹോദരിയുടെ മനോഭാവം എന്ന് ചോദിക്കുമ്പം ഞാൻ വൈജയോട് സംസാരിക്കാം. അപ്പം നിങ്ങൾ എന്ത് സംസാരിക്കും? ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. നീ അയാളുടെ മുന്നിൽ ചെന്ന് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണമെന്ന് നിങ്ങൾ അവളെ നിർബന്ധിക്കുമോ? അതാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആ നിമിഷം ഞാൻ അവളുടെ ഭർത്തൃപദം രാജിവെച്ച് ഇറങ്ങി പോകുമെന്ന് പറയുമ്പം അയ്യോ അല്ല, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ബാല. എല്ലാം തുറന്നു പറഞ്ഞാൽ അയ്യോ ബാലചന്ദ്രനോട് ഞാൻ ചെയ്ത ചതിയും അദ്ദേഹം അറിഞ്ഞല്ലോ, ഇനി ചെന്ന് കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഓടി വന്ന് കാലിൽ വീഴുന്നവളൊന്നും അല്ല വൈജ. അതെനിക്ക് നന്നായിട്ട് അറിയാം ബാല. നിങ്ങൾ പറഞ്ഞതുപോലെ അവളും ഈ ബന്ധം മുറിച്ച് കളയുകയേ ഉള്ളൂ എന്ന കാര്യം പറഞ്ഞു. പിന്നെ എന്തർത്ഥത്തിലാ നിങ്ങൾ ചോദിച്ചത് ക്ഷമിച്ചൂടെയെന്ന്? അന്നേരം എന്നെ ചതിച്ചിട്ട് 23 വർഷക്കാലം എന്നെ വഞ്ചിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവൾ എൻ്റെ കൂടെ ജീവിച്ചു. അതെല്ലാം മറന്ന് ഞാൻ അവളുടെ കാൽക്കൽ ചെന്ന് മാപ്പരക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നും ബാലേട്ടൻ ചോദിക്കുമോ? അയ്യോ അങ്ങനെയൊന്നും അല്ല ബാലേന്ദ്ര ഞാൻ പറഞ്ഞത്. അവളോട് കുറച്ചുകൂടി നയത്തിലും മയത്തിലും ഒന്ന് പെരുമാറിക്കൊണ്ട് ഒരു അനുരഞ്ജനത്തിനുള്ള വഴി. എനിക്ക് പട്ടിയില്ല ഇവിടെ, അറിയാവോ എന്ന് ചോദിച്ചു. നാണം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഗംഗേട്ടൻ. ഉണ്ടായിരുന്നെങ്കിൽ അയക്കായിരുന്നു അനുരഞ്ജനത്തിന്. ഹോസ്പിറ്റലിൽ നിന്ന് അവൾ പുറത്തു വരാൻ ഇനിയും ആഴ്ചകൾ കഴിയില്ലേ ബാല? അതിനിടയ്ക്ക് അവൾക്കൊരു മാറ്റം വന്നുകൂടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. വരും, മാറ്റമൊക്കെ അവൾക്ക് വരും. മാറാൻ വേണ്ടി അവൾ ആലോചിക്കുന്നുണ്ട്. വേറൊരു വീടെടുത്ത് മാറാനായിട്ട്, ഞാനുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ നിന്നും മാറാനായിട്ടെന്നും ബാലൻ ഗംഗേട്ടനോട് പറയാം. ഞാൻ എന്താണോ അവളോട് ചെയ്യേണ്ടത് അത് അവൾ എന്നോട് ചെയ്യാൻ പോവുകയാണെന്ന കാര്യവും ബാലേട്ടൻ പറഞ്ഞു. ഇരുകാലും അനക്കാൻ വയ്യ, കിടന്ന കിടപ്പിലാണ്, മലമൂത്ര വിസർജനം പോലും. പക്ഷെ മനസ്സിലിരിപ്പ് കുടുംബ കോടതിയിൽ പോയാൽ എങ്ങനെ കേസ് ജയിക്കാമെന്നുള്ളതാ. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. ഏത് സമയത്ത് ജനിച്ച് കേണലേ നിങ്ങളുടെ തറവാട്ടിൽ ഇങ്ങനെയൊരു സാധനം എന്നും ബാലേട്ടൻ ഈ ഗംഗേട്ടനോട് ചോദിക്കുക. എല്ലാം പറയാനുണ്ടോ? അവൾ ഫാമിലി കോർട്ടിലോട്ട് വരട്ടെ, നിങ്ങൾ 3 ആങ്ങളമാർ സാക്ഷിയായിട്ട് വരണം, അമ്മയെ കൂടെ വിളിച്ചോളാനും പറഞ്ഞു. എനിക്കൊരൊറ്റ സാക്ഷിയേ ഉള്ളൂ, അലീന എന്ന് ബാലേട്ടൻ ഗംഗേട്ടനോട് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് പകുതി ചത്തു. ഇങ്ങനെ നിന്ന് ഉരുകി തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവളെ കൂട്ടിക്കൊണ്ട് ഞാനും വരാം.
നമുക്ക് അവിടെ വെച്ച് തീർക്കാം എല്ലാം. ബാലേന്ദ്ര, ഇത് നീ എന്താ ഇങ്ങനെയൊക്കെ? വൈജയ്ക്ക് നിന്നോടുള്ള വിദ്വേഷവും അകൽച്ചയും പരമാവധി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് പോകാറാകുമ്പോഴേക്കും അവളെ സമാധാനിപ്പിച്ച് ഈ വീട്ടിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന കാര്യവും പറഞ്ഞു. അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നീ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നിന്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓ, എനിക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കണം ഗംഗേട്ടാ, ഒഴിച്ചേ പറ്റൂ. അതാണ് എനിക്കിപ്പോൾ ഒരു രസം. എൻ്റെ ജീവിതം കോഞ്ഞാട്ട കത്തിച്ചിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ കുടുംബം നന്നാക്കാനൊന്നും നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വൈജയ് എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാവോ അങ്ങനെയൊക്കെ ഞാൻ പ്രകോപിപ്പിക്കും, ഒരു സംശയം വേണ്ട. അഹങ്കാരം കൊണ്ട് തലയ്ക്ക് മത്തു പിടിച്ച് അവൾ പല വൈകൃതങ്ങളും കാണിക്കുമെന്നും എനിക്കറിയാം. അതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കാണും. അപ്പോഴൊക്കെ അടക്കി നിർത്താനേ നിങ്ങൾ 3 ആങ്ങളമാർ ഓടി എത്തേണ്ടി വരുമെന്ന കാര്യവും ബാലൻ പറയാം. ബാലൻ പണി തുടങ്ങിയിട്ടുള്ളെന്നും പറഞ്ഞു. നിങ്ങളും കുറച്ച് അനുഭവിക്കാനുണ്ടെന്നേ. ബാലചന്ദ്രനെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നോട് കാണിച്ച ചതിക്ക് ഞാൻ കണക്ക് ചോദിക്കും ഗംഗേട്ടാ. അവളൊടുവിൽ ഫാമിലി കോർട്ടിലോട്ട് ഓടിക്കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാനെന്നും അവിടെ വെച്ച് ഞാൻ തോലി ഉരിച്ചിരിക്കും. അപ്പം ഇത്രമാത്രം പകയുണ്ടോ ബാല നിൻ്റെ ഉള്ളിൽ എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും നമ്മുടെ ബാലേട്ടൻ ഗംഗേട്ടനോട് പറയണം. അയാളിങ്ങനെ തൊലി ഉരിഞ്ഞിങ്ങനെ നിൽക്കുക. ഒരു വാക്ക് ഞാൻ തരാം, ഞാനായിട്ട് ഒരു ദ്രോഹവും നിങ്ങളുടെ പെങ്ങളോട് ചെയ്യത്തില്ല. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അവളുടെ നാശം അവൾ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നോളും. അവളുടെ ശവക്കുഴി അവൾ തന്നെ തോണ്ടും. എന്നിട്ട് അവൾ തന്നെ അതിനകത്ത് പോയി ഇരിക്കുകയും ചെയ്തോളും. ഞാൻ വെറുതെ ഇരുന്നങ്ങ് കൊടുത്താൽ മതി. അന്നേരം എനിക്കതറിയാം. എനിക്കിനി ഒന്നും നിന്നോട് പറയാനില്ല. തിരിച്ചു പോവാൻ ഞാനെന്ന് ഗംഗേട്ടൻ പറഞ്ഞു. യാത്ര പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അധികം വൈകാതെ പെങ്ങൾ തിരിച്ചു വിളിച്ച് വരുത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നാ, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു ഗംഗേട്ടൻ അങ്ങ് പോകുന്നു. അപ്പോൾ ഗംഗേട്ടൻ അങ്ങ് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം അതേ അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, കഴിച്ചിട്ടേ പോകാവൂ എന്നും പിന്നെ പെങ്ങടെ മോളാണെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്നും ബാലേട്ടൻ ഗംഗേട്ടനോട് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞ് ദയനീയമായിട്ട് ബാലനെ നോക്കി നിൽക്കുന്നിടത്ത് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. ടാറ്റാ.